നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗാസയിൽ നിന്നും ഇസ്രായേലിലേക്ക് 500 ദിവസങ്ങൾക്ക് ശേഷം ഒരു 4 മരണപ്പെട്ട ബന്ദികളെ ഹമാസ് കൈമാറിയത് ഗാസയിലെ ഖാൻ യൂനിസിൽ നിന്നാണ്. ഖാൻ യൂനിസിലെ തകർന്ന കെട്ടിടങ്ങൾക്ക് നടുവിലുള്ള ഒരു പ്രത്യേക സ്ഥലത്ത് ആളുകൾ ഒരുമിച്ച് കൂടുന്നു. അവിടെ ഹമാസ് തയ്യാറാക്കിയ പ്രത്യേക വേദിയിലേക്ക് ഈ ശവശരീരങ്ങൾ കൊണ്ടുവരുന്നു. നൂറുകണക്കിന് ഹമാസ് ഭീകരവാദികൾ അവിടെ ആയുധങ്ങളുമായി നിൽക്കുന്നുണ്ട്. ഒരുപാട് നാട്ടുകാർ, ഗാസ നിവാസികൾ, സ്ത്രീകൾ, കുട്ടികൾ, പ്രായമായവർ, അങ്ങനെ വിവിധതരം ആൾക്കാർ അവിടെ നിൽപ്പുണ്ട്. അവരുടെ ഇടയിലേക്കാണ് ആ 4 ബന്ദികളുടെ മൃതദേഹം അവിടേക്ക് കൊണ്ടുവന്നത്. ഒരു കറുത്ത പെട്ടിയിലാണ്, ശവപ്പെട്ടിയിലാണ് മൃതദേഹം അവിടെ കൊണ്ടുവന്ന് വെച്ചത്. ഈ വേദിയിൽ 4 പ്രത്യേക സ്റ്റാൻഡുകൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ആ സ്റ്റാൻഡുകളിൽ 4 മൃതദേഹം വെച്ചു. അതിനുശേഷം അവിടേക്ക് റെഡ് ക്രോസിൻ്റെ വാഹന വ്യൂഹം കടന്നു വരുന്നതായിട്ട് നമ്മൾ കണ്ടു. റെഡ് ക്രോസിൻ്റെ വാഹനത്തിൽ നിന്ന് റെഡ് ക്രോസിൻ്റെ ഉദ്യോഗസ്ഥർ പുറത്തിറങ്ങി. അതിൽ പ്രധാനപ്പെട്ട ഒരാൾ, ഒരു ലേഡിയാണ്, വേദിയിലേക്ക് വരികയും ഹമാസിൻ്റെ കയ്യിൽ നിന്ന് റെഡ് ക്രോസ് തിരികെ വാങ്ങുന്ന ആ ഒരു പ്രക്രിയയ്ക്ക് തുടക്കം കുറിച്ചു. അങ്ങനെ പേപ്പറിൽ സൈൻ ചെയ്തതിന് ശേഷം ആ 4 ബന്ദികളുടെയും മൃതദേഹം ഏറ്റുവാങ്ങുന്നു. അതിനുശേഷം ഔദ്യോഗികമായിട്ട് ഹമാസ് തന്നെ ആ മൃതദേഹങ്ങൾ എടുത്ത് ഓരോ ശവപ്പെട്ടിയായിട്ട് വാഹനത്തിലേക്ക് കയറ്റുന്ന രംഗമാണ് നാം കണ്ടത്. ഇന്ന് ഗാസയിൽ ആ സമയത്ത് ചെറിയ ഒരു മഴ പെയ്തിരുന്നു. പ്രകൃതി പോലും ആ ഒരു നിമിഷത്തെ സങ്കടത്തോടു കൂടിയാണ് വരവേറ്റത്. ലോകത്തിൽ മനസ്സാക്ഷി ഉള്ളവരെല്ലാം സങ്കടപ്പെട്ട ഒരു ദിവസമായിരുന്നു. ഇസ്രായേലിലെ 4 ബന്ദികൾ, അതും 2 കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള 4 പേരുടെ ശവശരീരമാണ് ഇന്ന് ഇസ്രായേലിലേക്ക് പോയത്. ആ ശവപ്പെട്ടികൾ നിരത്തി വച്ചിരിക്കുന്ന വേദിയുടെ പുറകിൽ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു ഫ്ലെക്സ് പ്രിന്റിങ് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഒരു രക്തരക്ഷസിൻ്റെ പടമായിരുന്നു. മറ്റാരുമല്ല, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഹമാസ് ഭീകരവാദികൾ ഇന്ന് ഗാസയിൽ നിന്നും ലോകത്തിന് കാണിച്ചു കൊടുത്തത്. ലോകം മുഴുവൻ ടെലിവിഷനിലൂടെയും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിലൂടെയും ആ ഒരു കാഴ്ച കണ്ടു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഈ വിഷയത്തിലുള്ള ചർച്ചകളാണ് നടത്തുന്നത്. ഇന്ന് 4 മൃതദേഹങ്ങൾ ഇസ്രായേലിന് ഹമാസ് കൈമാറി. ഹമാസിൻ്റെ കസ്റ്റഡിയിൽ മരണപ്പെട്ട ഈ ബന്ദികളുടെ ശവശരീരങ്ങൾ എന്ന് പറയാം. എന്തായാലും 500 ദിവസം കൊണ്ട് ശരീരത്തിന് എത്രയൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതിലപ്പുറമാണ്. എന്തായാലും അവരുടെ ശരീരാവശിഷ്ടങ്ങൾ ഇസ്രായേലിന് കൈമാറിയിട്ടുണ്ട്. 2023 ഒക്ടോബർ 7-ാം തീയതിയാണ് ഈ ഹമാസിൻ്റെ ആക്രമണം ഇസ്രായേലിൽ നടന്നത്. അന്നാണ് ഇവരെ കിബുട്സ് നിറോസ് എന്ന് പറയുന്ന ആ ഗ്രാമത്തിൽ നിന്നാണ് ഹമാസ് ഭീകരവാദികൾ ഗാസയിലേക്ക് തട്ടിക്കൊണ്ടുപോയത്. അങ്ങനെ 2023 നവംബറിൽ തന്നെ, അതായത് 1 മാസത്തിനിടയിൽ തന്നെ ഇവർ കൊല്ലപ്പെട്ടതായാണ് ഹമാസ് അന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഇത് ഇസ്രായേൽ സ്ഥിരീകരിച്ചിരുന്നില്ല. അതായത് ഇസ്രായേൽ എയർഫോഴ്സിൻ്റെ ആക്രമണത്തിലാണ് അവർ കൊല്ലപ്പെട്ടതെന്നായിരുന്നു ഹമാസ് ഭീകരർ അതായത് പുറത്തുവിട്ട വാർത്ത. പക്ഷെ അത് ഇസ്രായേൽ അംഗീകരിച്ചിരുന്നില്ല. കാരണം ഇസ്രായേൽ ആക്രമണം ഒരിക്കലും അങ്ങനെ അവരെ ലക്ഷ്യമാക്കി ഒന്നും ചെയ്തിട്ടില്ല. കൃത്യമായ ഭീകരരെ ലക്ഷ്യമാക്കിയുള്ള ആക്രമണങ്ങളായിരുന്നു. അതുകൊണ്ട് കാഷ്വാലിറ്റീസിൽ ഇവർ പെട്ടിട്ടില്ല എന്ന് ഇസ്രായേൽ അന്ന് ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. പക്ഷേ ഇവർ കൊല്ലപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയായിരുന്നു. ഗാസയിലെ ഖാൻ യൂനിസിലായിരുന്നു ഈ ഒരു ബന്ദികളുടെ മൃതദേഹം കൈമാറ്റം ചെയ്യപ്പെട്ടത്. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഹമാസ് സെറിമണിയൊക്കെ നടത്തിയാണ് ഈ പ്രാവശ്യം മൃതദേഹം പോലും കൊടുത്തുവിട്ടത്. ഖാൻ യൂനിസിലെ ഒരു പ്രത്യേക സ്ഥലത്ത്, തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ ഒരു പ്രത്യേക പ്ലേസിൽ അവർ ഒരുമിച്ച് കൂടുകയും ഒരുപാട് ജനങ്ങളുടെ, ആയിരക്കണക്കിന് ആളുകൾ അവിടെ തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു. നൂറുകണക്കിന് ഭീകരവാദികൾ ആയുധങ്ങളുമേന്തി അവിടെ നിൽപ്പുണ്ടായിരുന്നു. അത് ഹമാസിൻ്റെ മാത്രമല്ല, വിവിധ പാലസ്തീനിയൻ
തീവ്രവാദ ഗ്രൂപ്പുകളിലെ കമാൻഡോഴ്സും അതോടൊപ്പം തന്നെ പോരാളികളൊക്കെ എന്ന് വിശേഷിപ്പിക്കാവുന്ന ആളുകൾ ആയുധങ്ങളുമായിട്ട് അവിടെ നിൽപ്പുണ്ട്. എല്ലാവരും മുഖം മറിച്ചാണ് നിന്നത് എന്ന് നമുക്ക് പ്രത്യേകം എടുത്തു പറയേണ്ടി വരും. അവിടേക്ക് വന്ന റെഡ് ക്രോസിൻ്റെ പ്രവർത്തകർക്ക് മൃതദേഹങ്ങൾ കൈമാറി. റെഡ് ക്രോസ് ആണ് ആ മൃതദേഹങ്ങളുമായിട്ട് അതിർത്തിയിൽ കാത്തുനിന്ന സൈനികരുടെ അടുത്തേക്ക്, ഇസ്രായേൽ സൈന്യത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത്. ഇസ്രായേൽ സൈന്യം സർവ്വ സൈനിക ബഹുമതികളോടെയാണ് അവരെ സ്വീകരിച്ചത്. അവർ കൊണ്ടുവന്ന ഒരു കറുത്ത പെട്ടിയിൽ നിന്ന് ആ മൃതദേഹങ്ങൾ ഇസ്രായേലിലെ ആളുകൾ ഏറ്റെടുക്കുകയും അതോടൊപ്പം ഫോറൻസിക് വിദഗ്ധർ വളരെ സൂക്ഷ്മമായിട്ട് മൃതശരീരങ്ങൾ അത് മറ്റ് പേടകത്തിലേക്ക് എടുത്തു മാറ്റുകയും അതിനുശേഷം ഫോറൻസിക് പരിശോധനകളുടെ പ്രാഥമിക പരിശോധനകൾ നടത്തുകയും അതിനുശേഷം ഇസ്രായേൽ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെൻറ്ററിലേക്ക് അത് കൊണ്ടുപോകുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊന്ന് സൂചിപ്പിച്ചിട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നലത്തെ വിഷ്വൽസ് കണ്ടവർക്ക് മനസ്സിലാകും. വേദിയിൽ ഒരു രക്തരക്ഷസിനെ കാണിച്ചിരിക്കുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഒരു ചിത്രം സിംബോളിക്കായിട്ടാണ് അവർ അവിടെ പ്രദർശിപ്പിച്ചിരുന്നത്. ഹമാസ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഈ പല്ലിൻ്റെ ദംഷ്ടങ്ങളൊക്കെ ഇങ്ങനെ നീണ്ടു വരുന്നു. അതോടൊപ്പം തന്നെ ഇങ്ങനെ രക്തം ഇങ്ങനെ ഒലിക്കുന്നു. അതോടൊപ്പം അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഈ ബിബാസ് ഫാമിലിയിലെ ഷിറിയും അതോടൊപ്പം തന്നെ ഏരിയൽ ബിബാസും അതോടൊപ്പം നമ്മുടെ കഫീർ ബിബാസും ഒതേദിൻ്റെയും ചിത്രങ്ങളാണ് ആ ഒരു രക്തത്തിൽ കാണിച്ചത്. അപ്പോൾ ഇതിങ്ങനെ സിംബോളിക്കായിട്ട് നെതന്യാഹുവിൻ്റെ ആ ദുഷ്ടത്തരത്തിൽ അല്ലെങ്കിൽ നെതന്യാഹുവിൻ്റെ ആ ഒരു പൈശാചികത്വത്തിൽ പൊലിഞ്ഞ ജീവനുകളാണ് ഈ ഒരു ബിബാസ് ഫാമിലിയുടെയും ഒതേദിൻ്റെയും എന്ന് വരുത്തി തീർക്കാനായിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി ആയിരിക്കാം ആ ഒരു ചിത്രം സിംബോളിക്കായിട്ട് അവിടെ പ്രദർശിപ്പിച്ചത്. ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? യോജിച്ചാലും ഇല്ലെങ്കിലും അത് ഹമാസിന് തന്നെ പണി കിട്ടുന്ന ഒരു തലത്തിലേക്ക് വളരെ പ്രകോപനപരമായിട്ടുള്ള ഒരു സമീപനമാണ് ഹമാസ് ഇവിടെ സ്വീകരിക്കുന്നത്. ഫിസിക്കലി ഇവരെ ടോർച്ചർ ചെയ്തു, അവരെ കൊന്നുകളഞ്ഞു. ഇതൊക്കെ കാണുന്ന ആ വീട്ടുകാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. ആ ചിത്രത്തിലൂടെ ഹമാസ് വ്യക്തമായി പറയുന്നത് ഇവരുടെ മരണത്തിന് ഉത്തരവാദി ഇസ്രായേൽ തന്നെയാണ് എന്നുള്ള ഒരു സന്ദേശമാണ് ആ ചിത്രത്തിലൂടെ നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് ഹമാസ് എന്തായാലും പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്ത കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഗാസയിലെ തകർന്ന കെട്ടിടങ്ങൾക്ക് ഇനിയും കഥകൾ പറയുവാനുണ്ടാകും എന്നാണ് പ്രകോപനം കാണുമ്പോൾ എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെയൊക്കെ ചിത്രം അങ്ങനെ വെച്ച് ഇതിനു മുമ്പ് നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്ര പരസ്യമായിട്ട് ഈ ഒരു മൃതദേഹം കൈമാറുന്ന ചടങ്ങിൽ പോലും ഒരു ആദരവ് കാണിക്കാതെ, സാധാരണ മൃതദേഹങ്ങളെ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ, കേരള സംസ്കാരത്തിലൊക്കെ മൃതദേഹങ്ങളെ ആദരിക്കുന്ന ഒരു പോലീസുകാരനാണെങ്കിലും ഒരു ഉദ്യോഗസ്ഥനാണെങ്കിലും അദ്ദേഹം ആ തൊപ്പി ആദരിക്കുന്ന ഒരു രീതി സംസ്കാരമുള്ള നമ്മുടെ മലയാളികളും നമ്മുടെ ഭാരതത്തിലൊക്കെ ഈ ഒരു കാഴ്ച കാണുമ്പോൾ, മൃതദേഹത്തെ പോലും അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു കാഴ്ച കാണുമ്പോൾ വളരെയേറെ സങ്കടം എന്നതിനപ്പുറം വലിയ പുച്ഛവും പരിഹാസവും തന്നെയാണ് തോന്നുന്നത്. എന്തായാലും പോരാളികൾ മരിക്കുന്നില്ല, പോരാളികൾ കൂടിക്കൂടി വരും. കാരണം അങ്ങനെയൊന്നും തീരുന്നവരല്ലല്ലോ, അങ്ങനെയൊന്നും കുറഞ്ഞു പോകുന്നവരല്ല ഈ ഹമാസ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഈ ഒരു ദിവസങ്ങളിലെ കാഴ്ചകൾ, അതായത് ഈ ബന്ദിമോചന ദിവസങ്ങളിലെ കാഴ്ചകൾ കണ്ടപ്പോൾ മനസ്സിലായതാണ്. അപ്പോൾ ഗാസയിൽ എവിടെയാണ് ഹമാസ്? ഗാസയിൽ ഉള്ളതെല്ലാം ഹമാസ് എന്നതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഹമാസ് നാളെ 6 പേരെ മോചിപ്പിക്കുന്നുണ്ട്. അത് ചെറുപ്പക്കാരാണ്. അതിൽ 2 പേര് 11 വർഷമായിട്ട് ഇസ്രായേലിൽ 2014 2015 ഹമാസ് പിടിച്ച് അവിടെ വെച്ചിരിക്കുന്നവരാണ്. അതിലൊരാൾ അറബ് വംശജനാണ്, ഇസ്ലാം മത വിശ്വാസിയായ ഒരു പൗരനാണ്, ഇസ്രായേൽ പൗരനാണ്. അദ്ദേഹത്തെ പോലും 10-12 വർഷമായിട്ട് ഗാസയിൽ തടവിലാണ്. അദ്ദേഹം ഒരു രോഗിയായി മാറിയിരിക്കുന്നു. വളരെ നല്ലൊരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ മാതാവും പിതാവും വർഷങ്ങളായിട്ട് ഇവരുടെ മോചനത്തിന് വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല, കയറാത്ത സ്ഥലങ്ങളില്ല. എന്തായാലും അവരുടെ ഉൾപ്പെടെയുള്ള ഈ 2023 ഒക്ടോബർ 7 തട്ടിക്കൊണ്ടുപോയ 4 പേരും ഉണ്ട്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.